പഴയ രാജാക്കന്മാരാണ് ഇന്നത്തെ ആക്ടേഴ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് എല്ലാ പ്രിവിലേജസും ഉണ്ട്, ഓൾ പ്രിവിലേജസ് എല്ലാം അവർക്ക് ഇറ്റ്സ് ഓൺ എ പ്ലാറ്റർ. സോ മോസ്റ്റ് പ്രിവിലേജ്ഡ് സെക്ഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സ് തന്നെയാണ്. നമ്മൾ ഇത്രയും മൂവീസ് എടുക്കുമ്പോൾ താങ്കൾ പ്രൊഡ്യൂസ് ചെയ്തതോ അല്ലെങ്കിൽ താങ്കൾ ഭാഗമായിട്ടുള്ള മൂവീസ് എടുക്കുമ്പോൾ നമുക്കറിയാം അപ്സും ഉണ്ട്, ചിലതൊക്കെ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ വരില്ലല്ലോ. അപ്പോൾ ഈ ഫെയിലിയേഴ്സിൽ നിന്ന് അടുത്ത സക്സസ് അല്ലെങ്കിൽ അടുത്തൊരു വർക്കിലോട്ട് പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഐ മീൻ അവിടെ വീണ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അല്ല, നമ്മളിപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ഇത് ഫെയിൽ ആവുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ എടുക്കുന്നത്. അതെ, നമ്മൾ ഒരു സിനിമയെ അങ്ങനെ എടുക്കാറില്ല. അപ്പം പക്ഷെ ഓരോന്നിനും ഒരു സ്ട്രാറ്റജി ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ആ സ്ട്രാറ്റജി ഫെയിൽ ആയി പോകും, അതുകൊണ്ട് മാത്രം വരുന്ന ഫെയിലിയറാണ്. ഇപ്പൊ എനിക്ക് 24 സിനിമകളിൽ ഐ എം ടച്ച് വുഡ്, എനിക്ക് 80% സക്സസ് റേറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓൺലി ബോക്സ് ഓഫീസ്. ഇപ്പൊ ആട് 1 ബോക്സ് ഓഫീസ് ഫെയിലിയർ ആണെന്ന് പറയും, ശരിയാണ്, പക്ഷെ എനിക്ക് ഫൈനാൻഷ്യൽ ഫെയിലിയർ അല്ല അത്. യു അണ്ടർസ്റ്റാൻഡ്?